പാലാരൂപത മാർസ്ലീവ മെഡിസിറ്റി ആശുപത്രി തുടങ്ങി അന്നു മുതൽ ചിലരൊക്കെ ഉറഞ്ഞു തുള്ളുകയാണ് കുപ്രചരണങ്ങളുമായി അതിനെതിരെ. കേരളത്തിൽ ഇപ്പോഴും എന്തുമാത്രം ആശുപത്രികളിൽ ഒരിക്കലും നീതീകരിക്കാനാവാത്ത പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനെതിരെ ഇന്നും ഒരു പത്രക്കാരോ ചാനലുകാരോ വാർത്ത കൊടുക്കില്ല. പണം കണ്ട് മഞ്ഞളിച്ചു പോയ ഇവരൊന്നും അതിനെതിരെ ശബ്ദിക്കില്ല. എന്നാൽ ക്രിസ്ത്യാനികൾ എന്തു തുടങ്ങിയാലും അതിനെതിരെ വരും, കുന്തവും കോലും കുടച്ചക്രവുമായി. അതിൻ്റെ അവസാനത്തെ ഇരയാണ് പാലാ മാർസ്ലീവ മെഡിസിറ്റി ആശുപത്രിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത്. ആരുടെയൊക്കെയോ നിയന്ത്രണത്തിൽ കളിയാടുന്ന കളിപ്പാവകളെ പോലെ ചിലരൊക്കെ സിന്ദാബാദ് വിളിക്കുന്നതും കണ്ടു. ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിൽ നിങ്ങളുടെ സംഘടിത ശക്തി കൊണ്ടോ ഭീഷണി കൊണ്ടോ വായടയ്ക്കാനോ പരാജയപ്പെടുത്താനോ ശ്രമിച്ചാൽ അതൊന്നും വിലപ്പോവില്ല എന്നറിയുക. ഇവിടെ ഇതാ മാർസ്ലീവ മെഡിസിറ്റിയുടെ സേവനം അനുഭവിച്ചറിഞ്ഞ ചിലരിട്ട കമൻറ്റുകൾ ഈ ആശുപത്രിയുടെ നെറുകയിൽ ഒരു പൊൻതൂവലായി എന്നും ഉണ്ടാവും. അഡോൺ എന്ന വ്യക്തി ഇട്ട കമൻ്റ് ഇങ്ങനെ: എൻ്റെ അപ്പനെയും കൊണ്ട് ആദ്യമായി 2019 ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അതിശയിച്ചു പോയി. ഇത്ര വലിയ സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ഇടുക്കിക്കാരനായ ഞാൻ സഹിതം ഇപ്പോഴും പോകുന്നത് ഈ ഹോസ്പിറ്റലിലേക്കാണ്. ഇപ്പോൾ ഒരുപാട് മികച്ച ചികിത്സയും രോഗികളോടുള്ള സമീപനവും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ പിന്തുണയും അഭിമന്യ പിതാവിനും ഡയറക്ടർ അച്ഛനും, പ്രത്യേകിച്ച് ഇവിടുത്തെ ഡോക്ടർമാരുടെ നേഴ്സുമാരുടെ സമീപനം വളരെ മികച്ചതാണ്. വൃത്തിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. രണ്ടാമതും എൻ്റെ അപ്പനെ ആരോഗ്യസ്ഥിതി മോശമായി അവിടെ കൊണ്ടുവന്നപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. നന്ദി പാലാ മെഡിസിറ്റി. മറ്റൊരു വ്യക്തിയായ സോഫിയ അരുൺ പറയുന്നത് ഇങ്ങനെ: ഞാൻ മെഡിസിറ്റിയിൽ 3 വർഷക്കാലം സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ വർക്ക് ചെയ്ത മറ്റ് ഹോസ്പിറ്റലുകൾ വെച്ച് നോക്കുമ്പോൾ മികച്ച സാലറിയും അതുപോലെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറും മെഡിസിറ്റിയിൽ ഉണ്ട്. അയൂബ് ഖാൻ പറയുന്നത് ഇപ്രകാരം: 2022 നവംബർ 27 എൻ്റെ മകനെ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ എല്ലാ പ്രതീക്ഷകളും കൈവിട്ടാണ് ഞങ്ങൾ ചെന്നത്. എന്നാൽ ഇവിടുത്തെ അത്യാധുനിക സൗകര്യത്തോടെ ചികിത്സ നടത്തി വളരെ വിജയകരമായി ചികിത്സ അവസാനിച്ചു. വേണ്ട സഹായങ്ങളെല്ലാം ഡയറക്ടർ ബഹുമാനപ്പെട്ട കീരഞ്ചർ അച്ഛൻ സാധിച്ചു തന്നു. തീർത്തും അവശനായി കോമ സ്റ്റേജിലേക്ക് പോകുമായിരുന്ന കുട്ടിയെ 3 മാസം കൊണ്ട് അവനെ ആരോഗ്യവാനായി പരസഹായമില്ലാതെ ഇവിടെ നിന്ന് നടത്തി തന്നെ വിടും എന്ന അച്ഛൻ്റെയും ഡോക്ടർമാരുടെയും സ്റ്റാഫുകളുടെയും പ്രത്യേകിച്ച് റീഹാബിലിറ്റി ജീവനക്കാരുടെയും ശ്രമം പൂർണ്ണ വിജയത്തിലെത്തി. പലതരത്തിലുള്ള വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നിലനിൽക്കുമ്പോഴും ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്ന് ബോധ്യപ്പെടുന്ന ഇടപെടലാണ് മാനേജ്മെന്റിന്റെ ഭാഗത്ത്. കൂടാതെ ഡോക്ടർമാരും അച്ഛനും ഞങ്ങൾ ഇപ്പോഴും കുടുംബാംഗത്തെ പോലെയാണ് കാണുക. സാധുക്കളായ രോഗികൾക്ക് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ കാരുണ്യ ഫണ്ടിൽ നിന്നും ഫാർമസി ഡിസ്കൗണ്ടിലും ലക്ഷക്കണക്കിന് രൂപയുടെ സഹായം നൽകാൻ ഒരു ഫോൺ കോൾ മാത്രം മതിയായിരുന്നു. പ്രതിസന്ധി ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നവർ എത്ര ഉന്നതരായാലും മാപ്പർഹിക്കുന്നില്ല. തീർച്ചയായും സഹായം ലഭിച്ച ഓരോ കുടുംബത്തിന്റെ ശാപം ഇവർക്കുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നന്ദി മാർസ്ലീവ മെഡിസിറ്റി പാലാ. പ്രജീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ കമന്റ് ഇങ്ങനെ: മാർസ്ലീവ മെഡിസിറ്റിക്കെതിരെയുള്ള വ്യാജ പരാമർശങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക. പാലാ രൂപതയുടെ കീഴിലുള്ള ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള സേവനം വളരെ മികച്ചതും അഭിനന്ദനാർഹവുമാണ്. രാജേഷ് മുളയ്ക്കൽ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി കമന്റ് ഇട്ടത് ഇങ്ങനെ: ഞാൻ 2022 അവിടെ ഒരു സർജറിക്ക് വിധേയനായ വ്യക്തിയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന എനിക്ക് വളരെ നല്ല ട്രീറ്റ്മെന്റ് ആണ് കിട്ടിയത്. സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ് വെരി ഗുഡ്. പാലായിലെ നല്ലൊരു സ്ഥാപനം നശിപ്പിക്കുവാൻ ആരും ദയവ് ചെയ്ത് കൂട്ടുനിൽക്കരുത്. ജയകൃഷ്ണൻ ഇട്ട കമന്റ് പ്രകാരം: എല്ലാം മുളയിലെ നുള്ളിക്കളയുക, അതാണ് വേണ്ടത്. ഇത് കേട്ടപ്പോൾ കുറച്ച് വർഷം മുൻപുള്ള ഒരു കാര്യം ഓർമ്മ വരുന്നു. നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന KBM ഹോസ്പിറ്റൽ, ഇപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ എന്താണ്? എന്ത് മുളയിലെ നുള്ളിക്കളയുക, അതിന് എന്ത് കോൺസിക്വൻസ് ഉണ്ടായാലും. KBM ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആദ്യമേ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ ഹോസ്പിറ്റലിന് ഈ അവസ്ഥ വരില്ലായിരുന്നു. മെഡിസിറ്റിയിൽ എനിക്ക് നല്ല അനുഭവം തന്നെ. ഡോക്ടേഴ്സ്, നഴ്സിംഗ് സ്റ്റാഫ്, അങ്ങനെ എല്ലാവരും. ഇപ്പോൾ ഭാഗ്യശക്തിയുടെ ഇടപെടൽ മൂലം ഉണ്ടായതാണിത്. എങ്ങനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം. പുല്ല് തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല എന്ന് പറഞ്ഞതുപോലെ. മറ്റൊരു വ്യക്തിയായ അനൂഷ് പ്രതികരിച്ചത് ഇങ്ങനെ: ഏത് രോഗികൾക്കും ആശ്രയിക്കുവാൻ പറ്റിയ ഒരു മികച്ച സൗകര്യമുള്ള ഹോസ്പിറ്റൽ പാലായിൽ വന്നത് കോട്ടയം, പാല, ഇടുക്കി, എറണാകുളം ജില്ലക്കാർക്കൊക്കെ വളരെ സൗകര്യപ്രദം. കോട്ടയം ജില്ലയിൽ എല്ലാവിധ സൗകര്യവും വിശ്വസ്തയുമുള്ള ഒരു ഹോസ്പിറ്റലിന്റെ കുറവുണ്ടായിരുന്നു.
അത്യാവശ്യ ഘട്ടങ്ങളിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് എറണാകുളത്തെ മികച്ച ഹോസ്പിറ്റലുകളിൽ ആശ്രയിക്കേണ്ടി വന്നിരുന്നു പല രോഗികൾക്കും. പാലാ രൂപതയ്ക്കും മാർസിലിവ മെഡിസിറ്റിക്കും കട്ട സപ്പോർട്ട്. അടുത്തത് മാർസിലിവ മെഡിസിറ്റിയെക്കുറിച്ച് അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയുടെ സത്യസന്ധമായ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ കഴിഞ്ഞ 4 വർഷമായി മെഡിസിറ്റിയിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുന്നു. UNAയുമായി ബന്ധപ്പെട്ട മാർസിലിവ മെഡിസിറ്റിയിൽ ഈ ദിവസങ്ങളിൽ നടന്നു വരുന്ന അസ്വസ്ഥതകളുടെ പശ്ചാത്തലത്തിലാണ് ഈ കുറിപ്പ് എഴുതുക. ഞാൻ കേരളത്തിന് വെളിയിൽ ഒരു വലിയ ഹോസ്പിറ്റലിൽ വർഷങ്ങൾ ജോലി ചെയ്തതിന് ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. സ്വന്തം നാട്ടിൽ നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാൻ എനിക്ക് അവസരമൊരുക്കിയത് മാർസിലിവ മെഡിസിറ്റിയാണ്. വ്യവസ്ഥാപിതമായ എല്ലാ കാര്യങ്ങളും ഇവിടെ പാലിക്കപ്പെടുന്നതോടൊപ്പം മാന്യമായ ശമ്പളവും ഞങ്ങൾക്ക് നൽകുന്നു. 4 വർഷം പിന്നിട്ട് എനിക്ക് 34,500 രൂപയാണ് മാസ ശമ്പളം. ഇത് നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിന് ലഭിക്കാവുന്ന മാന്യമായ ശമ്പളമാണെന്ന് ഞാൻ കരുതുന്നു. മാർസിലിവയിൽ പുതുതായി ജോലി പ്രവേശിക്കുന്നവർക്ക് 27,000 രൂപ ലഭിക്കുന്നു. എല്ലാ വർഷവും ഇൻക്രിമെന്റ് നൽകുന്നുണ്ട്. കൂടാതെ പൊതു അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഡബിൾ സാലറി, എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുമ്പോൾ എക്സ്ട്രാ അലവൻസ്, 12 കാഷ്വൽ ലീവ്, 12 സിക്ക് ലീവ്, 1 വർഷം പൂർത്തിയാക്കിയവർക്ക് 12 ഏൺ ലീവ് എന്നിവ മാനേജ്മെന്റ് നൽകുന്നു. 5 വർഷം പൂർത്തിയാക്കി പിരിഞ്ഞുപോയവർക്ക് കൃത്യമായ ഗ്രാറ്റുവിറ്റിയും നൽകിയതായി അറിയാൻ കഴിഞ്ഞു. കൂടാതെ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്റ്റാഫിനായി നൽകുന്നതും കൊണ്ട് ജോലി പ്രവേശിക്കുന്ന അന്നു മുതൽ ഫുൾ കവറേജ് ലഭിക്കുന്നു. എല്ലാ സ്റ്റാഫിനും അവരുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഇൻലോസിനും 10% ഡിസ്കൗണ്ട് ബില്ല് അനുവദിക്കുന്നു. സ്റ്റാഫിന് ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കോവിഡ് കാലത്ത് മാർസിലിവയിൽ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നഴ്സുമാരെ കിട്ടാൻ എല്ലാവരും പ്രയാസപ്പെട്ടതായി നമുക്ക് അറിവുണ്ട്. എന്നാൽ ഇപ്പോൾ വാർഡിൽ പല സന്ദർഭത്തിലും 1:4, 1:5 റേഷ്യോയിലാണ് ഞങ്ങൾ ജോലി ചെയ്യുക. NABH അനുസരിച്ച് 1:6 ആണ് റേഷ്യോ. ഏറെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാതെ വയ്യ. ലേഡി സ്റ്റാഫിന് അസമയത്ത് ഹോസ്പിറ്റലിൽ വരികയോ തിരികെ പോവുകയോ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വാഹനം അയക്കുന്നതോടൊപ്പം സുരക്ഷയ്ക്കായി ഒരു സെക്യൂരിറ്റിയെ കൂടി വിട്ടയക്കുന്ന ഏക സ്ഥാപനം മെഡിസിറ്റി ആയിരിക്കും. എൻ്റെ പ്രീവിയസ് ഓർഗനൈസേഷനിൽ ബെഡ് മേക്കിംഗ് നേഴ്സസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് അതുപോലും ചെയ്യാൻ ചിലർ കൂട്ടാക്കാത്തതെന്ന് എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. മാർസിലിവയിൽ 6 മാസം മാത്രമാണ് ട്രെയിനി പീരീഡ്. അത് പൂർത്തിയാക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഇവിടെ സ്റ്റാഫായി മാറുന്നു. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനത്തെ സമൂഹ മാധ്യമത്തിൽ കരിവാരി തേക്കുന്ന പ്രവണത കണ്ടപ്പോൾ എനിക്ക് അന്നം തരുന്ന ഈ സ്ഥാപനത്തെക്കുറിച്ച് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അനീതിയാകുമെന്ന് കരുതി കുറിച്ചുവെന്ന് മാത്രം.